+1 റിസൾട്ട്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഹായ് ഡിയേഴ്സ്, ഞാൻ SJ, സൈലത്തിലെ ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റിയാണ്. നമ്മൾ പല ആളുകളും ഇപ്പോൾ തന്നെ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. സയൻസാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ഏപ്രിൽ തന്നെ പഠിച്ചു തുടങ്ങിയവരുണ്ട്. ഏതായാലും ഇനിയും ഒരുപാട് ആളുകൾ പഠിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ തീരുമാനങ്ങൾ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ആവാം, ആലോചനയുണ്ട്, സമയമുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകളാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, +1 പോലെയല്ല, +2 പെട്ടെന്ന് അവസാനിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. കാരണം നമുക്ക് മുമ്പിലുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇനി വെറും 6 മാസമാണ്. എന്ന് വെച്ചാൽ ജൂൺ മുതൽ ഡിസംബർ വരെ. ഈ ഡിസംബറിനുള്ളിൽ നമ്മളെ പോർഷൻസ് കംപ്ലീറ്റ് അവസാനിക്കും. അതുപോലെ തന്നെ ജനുവരിയിൽ നമുക്ക് റിവിഷനാണ്, ശേഷം ഫെബ്രുവരിയിൽ നമ്മുടെ മോഡൽ എക്സാം, മാർച്ചിൽ പബ്ലിക് എക്സാം. ഇതിനിടയ്ക്ക് നിങ്ങളുടെ ലാബ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് വർക്കുകൾ, ലാബിൻ്റെ മോഡൽ എക്സാം, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു വർഷമാണ്. പെട്ടെന്ന് തീർന്നു പോകുന്ന നമ്മൾ അറിയില്ല. ഇനിയും ആലോചിച്ചിരിക്കുന്ന ആളുകൾ ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെറും 3 മാസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിലുണ്ടാവുക. എന്നാൽ ആ 3 മാസം കൊണ്ട് പഠിച്ചു തീർക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും. പരീക്ഷയുടെ 10 ദിവസം മുമ്പേ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാർ ഇപ്പോൾ പഠിച്ചാലും നമുക്ക് ഫുൾ A+ കിട്ടുമെന്ന്. അവരുടെ എന്താ പറയുക, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല +2 എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം, +1ൻ്റെ റിസൾട്ട് ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനി നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ അതേക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട, അതേതായാലും വരും. ഇപ്പോൾ നമ്മൾ ക്ലിയർ ആക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ +2ൻ്റെ പോർഷൻസിലാണ് കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത്. +2ൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞത് നമ്മളെ കോർ സബ്ജക്ട്സിൽ മാത്രമല്ല. കാരണം ഇത്തവണത്തെ പരീക്ഷയ്ക്ക് പോലും ഒരുപാട് ആളുകൾക്ക് A+ മിസ്സായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നമ്മൾ കോർ സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സ്ഥിര ലാംഗ്വേജിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിവിടെ മിസ്സായി പോകുന്നത് ആ ഒരു A+ ആയിരിക്കും. സോ അവസാനം നമ്മൾ 10th സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്തതുപോലെ ആ സ്റ്റോറീസ് മാത്രം മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് A+ അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പോലെ തന്നെ ഇംഗ്ലീഷിനും ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടതുണ്ട്. +1 പോലെ നമുക്ക് 6 യൂണിറ്റ് ഒന്നുമില്ല, ഇവിടെ ഒരു 5 യൂണിറ്റേ ഉള്ളൂ. കുറച്ച് ഗ്രാമറേ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ റൈറ്റിംഗ് സ്കിൽസും അതുപോലെ തന്നെ മാറി വരുന്ന എക്സാം പാറ്റേൺ ഇംഗ്ലീഷിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറേശ്ശെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു മെൻറ്ററുടെ ആവശ്യം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാനിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. അവിടെയാണ് ഞാൻ നിങ്ങളെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അഗ്നി ബാച്ചിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കോർ സബ്ജക്ട്സുകളെ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇംഗ്ലീഷും അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പേൾ വീഡിയോസിലൂടെ ക്ലാസ്സുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. സൈലത്തിൻ്റെ അഗ്നി ബാച്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ്, അതുപോലെ റെക്കോർഡഡ് പേൾ വീഡിയോസ്, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ DPP പോലെയുള്ള ഏറ്റവും പുതിയ സിലബസിനനുസരിച്ചിട്ടുള്ള പാറ്റേണിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് നിങ്ങളെ ഇയർ എൻഡ് വരെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു ബാച്ചിലുള്ളത്. സോ സമയം കളയരുത്, നമ്മൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞു വെറും 6 മാസം അല്ലേ, അതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരുടെയും മുമ്പേ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ തയ്യാറാവണം. സോ ബി മോട്ടിവേറ്റഡ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നമുക്ക് അഗ്നിയിൽ കാണാം.